മഴക്കാലത്ത് എല്ലാവർക്കും ആശങ്കയും പേടിയും ഒക്കെ ഉള്ള ഒരു വിഷയമാണ് അസുഖങ്ങളുടെ കാലമല്ലേ എന്നുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവരും എപ്പോഴും പറയുന്നൊരു വാക്ക് പനി എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ TV, റേഡിയോ, ന്യൂസ് പേപ്പർ എല്ലാം പകർച്ചപ്പനി, പിന്നെ അതിൻ്റെ നമ്മളെ പേടിപ്പിക്കുന്ന കണക്കുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ കണക്കുകളിൽ നിന്ന് വല്ലതും ഒരു കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ഓർഡിനറി ഫാമിലി പേഴ്സൺ അറിയേണ്ടത്. പനിയെക്കുറിച്ച് നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, അതിനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് സൂചനകളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. പനി ഒരു രോഗമല്ല. പല പല രോഗങ്ങൾക്കും, പ്രത്യേകിച്ചും അണുബാധകൾക്ക് ഒരു പതിവായിട്ട് കൂടെ വരുന്ന ഒരു ലക്ഷണമാണ് പനി. അത് വൈറൽ അണുബാധകളായിക്കോട്ടെ, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള അണുബാധകൾക്കും പനി ഉണ്ടാകാറുണ്ട്. അപ്പോൾ പനിയുള്ളപ്പോൾ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ രോഗബാധയുണ്ട് എന്ന് നമ്മൾ അനുമാനിച്ചെടുക്കുകയാണ്. ഏത് തരം പനി എന്നുള്ളത് അതിൻ്റെ ലക്ഷണങ്ങളും മറ്റ് ലക്ഷണങ്ങളും രോഗിയോ അല്ലെ രോഗിയുടെ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന് വിലയിരുത്തിയാണ് ഒരു ഡോക്ടർ ഒരു നിഗമനത്തിൽ എത്തുന്നത്. ഈ നിഗമനം മിക്കവാറും 90% പൂർത്തി ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ചില അവസരങ്ങളിൽ ഇതിനെ സ്ഥിരീകരിക്കാനോ മറ്റ് ചില രോഗങ്ങളില്ല എന്നുള്ളത് തള്ളിക്കളയാനോ ചിലപ്പോൾ ടെസ്റ്റുകൾ വേണ്ടിവരും. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പനി ജലദോഷ പനികളാണ്. ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് ആശുപത്രി തിരക്ക് കൂടും. അങ്ങനെ തിരക്ക് കൂടുന്ന അവസരത്തിൽ 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും 80-85% വരെ ജലദോഷപ്പനികളും ചുമയും തൊണ്ടകാറലും അങ്ങനത്തെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമ്മൾ പറയുന്ന കൂട്ടമാണ്. ബാക്കി ഒരു 20%-ഓ 15%-ഓ ശരാശരി ഏകദേശം മറ്റ് പേരുള്ള ചില പനികൾ, നെയിംഡ് ഫീവേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ പനികളുടെ ഏതൊക്കെയാണ് ഈ പേര് കേട്ട പനികൾ അല്ലെങ്കിൽ പേരുള്ള പനികൾ? ഒന്ന് ഏറ്റവും നമുക്കറിയാവുന്ന ഡെങ്കിപ്പനിയുണ്ട്, പിന്നെ മലമ്പനിയുണ്ട്, മലേറിയ, ചിക്കുൻ ഗുനിയ കുറച്ചിടയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെങ്കിലും അത്ര അധികം വ്യാപകമായി കേൾക്കാറില്ല. എലിപ്പനി നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് സ്ക്രബ് ടൈഫസ്, ചെള്ളുപനി എന്നൊരു പനി വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പനികളും നേരത്തെ ഉള്ള പനികളും നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് ഒന്ന് ആദ്യം അറിയുക. ജലദോഷ പനികൾക്ക് പൊതുവേ പതിവ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മൂക്കൊലിപ്പുണ്ടാവും, തുമ്മലുണ്ടാവും, തൊണ്ടവേദന, തൊണ്ടകാറലുണ്ടാകാം, ചുമ മിക്കവാറും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കഫമുള്ള ചുമയായിരിക്കും, ചിലപ്പോൾ കഫം വരാത്ത ചുമയായിരിക്കും. ഇതൊക്കെയാണ്. പിന്നെ ദേഹം വേദന, കുറച്ച് ക്ഷീണം, തലവേദന, ഇതൊക്കെ അതിൻ്റെ കൂടെയുള്ള പതിവ് ലക്ഷണങ്ങളാണ്. അതിനെ നമ്മൾ വൈറൽ ഫീവർ എന്നാണ് പൊതുവേ പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ഒരു പേരൊന്നും കൊടുക്കാനില്ലാത്തപ്പോഴാണ് മിക്കവാറും ഒരു ഡോക്ടർ വൈറൽ ഫീവർ എന്നുള്ള പേര് ഇതിന് വിളിക്കുന്നത്. ഈ വൈറൽ ഫീവറിന് വളരെ ലളിതമായ ചികിത്സയെ ശരിക്ക് ആവശ്യമുള്ളൂ. വൈറൽ ഫീവർ നമ്മൾ മരുന്ന് കൊടുത്തല്ല സത്യമായി മാറുന്നത്. വൈറൽ ഫീവർ, ജലദോഷം അടക്കമുള്ള വൈറൽ പനികൾ എല്ലാം ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അതിൽ കൂടെയാണ് മാറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആശ്വാസത്തിനായിട്ട് ചിലപ്പോൾ പാരസെറ്റമോൾ പോലത്തെ മരുന്നുകളും അല്ലെങ്കിൽ ഗുളികൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നേരെ മറിച്ച് ഈ ജലദോഷ പനികൾ ചിലപ്പോൾ കടുത്തു കഴിഞ്ഞാൽ ചെസ്റ്റിൽ ബാധിക്കുകയാണ്, നെഞ്ഞത്ത് ബാധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അത് ആ കഫത്തിൻ്റെ ലക്ഷണവും മറ്റ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്, അണുബാധയാണെന്ന് തോന്നുകയാണെങ്കിൽ പലപ്പോഴും ഡോക്ടർ ആൻറ്റിബയോട്ടിക് ഗുളികളും കൂടെ അതിൻ്റെ കൂടെ എഴുതാറുണ്ട്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു രീതിയുണ്ട്. ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ 5 ദിവസമാണ് കൊടുക്കുന്നത്. മരുന്നുകളും പൊതുവേ ആ ഒരു 5 ദിവസം ദൈർഘ്യമെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം മിക്കവാറും ഈ ജലദോഷ പനികളൊക്കെ 5 ദിവസം മുതൽ 7 ദിവസം വരെയാണ് നീണ്ടു നിൽക്കുന്നത്, മിക്കവാറും 5 ദിവസമൊക്കെ. ഇതിനിടയ്ക്ക് തന്നെ സാധാരണഗതിയിൽ നമ്മൾ വേണ്ട സപ്പോർട്ടീവ് കെയറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് വേഗം കുറയും. അല്ല മരുന്ന് മാത്രം കഴിച്ചിരുന്നതുകൊണ്ട് മാത്രം ഒരു അസുഖം പെട്ടെന്ന് ഭേദമാകണമെന്നില്ല. സോ സപ്പോർട്ടീവ് കെയർ വളരെ വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് ഒരു അസുഖത്തിന് കൂടെ സപ്പോർട്ടീവ് കെയർ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ജലദോഷ പനികൾ ഏറ്റവും കോമണും വൈറൽ ഫീവേഴ്സ് ഏറ്റവും കോമൺ ആയതുകൊണ്ട് അതിൻ്റെ സപ്പോർട്ടീവ് കെയർ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ആഹാരം. പൊതുവേ നമുക്കൊരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമെന്ന് വേണമെങ്കിൽ വിളിക്കാം, അസുഖമുള്ളപ്പോൾ ദഹനം ഉണ്ടാവില്ല, ഒന്നും കഴിക്കരുത്, പട്ടിണി കിടക്കണം എന്നുള്ളത്. അത് തെറ്റാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ആഘാതം അസുഖത്തിൻ്റെ വക വരുമ്പോൾ നമ്മളതിന് ആഹാരം കൂടെ കഴിക്കാതിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ശക്തി കുറേയും കൂടെ കുറയുക ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കുറഞ്ഞ ശക്തിയുള്ള ആൾക്ക് രോഗം ഭേദമാകുമോ ഇല്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിലാവും രോഗം കുറച്ചുകൂടെ വഷളാകാനാണ് സാധ്യത. അതുകൊണ്ട് ആഹാരം വേണം. എന്ത് ആഹാരം? എളുപ്പത്തിൽ ദഹിക്കാവുന്നത്, നല്ലോണം വെന്തത്, നല്ല വൃത്തിയുള്ളത്, പരമാവധി രോഗിക്ക് രുചിയുള്ള തരം ആഹാരങ്ങൾ കൊടുക്കുക.
അപ്പോൾ ഈ ആഹാരം ഒന്നിച്ച് കഴിക്കാൻ ചിലപ്പോൾ ഒരു വയറ്റിന് ഫുൾനെസ്സോ വിശപ്പില്ലായ്മയോ തോന്നിയെന്നിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ അളവായിട്ട് വീണ്ടും വീണ്ടും പല തവണകളായി കഴിക്കുക. അപ്പോൾ ആഹാരത്തിൻ്റെ വേണ്ട ക്വാണ്ടിറ്റിയോ അതിനേക്കാളും ലേശം അധികം കൂടെ ചെല്ലണമെന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വേഗം ആശ്വാസം തോന്നും. രണ്ടാമത്തത് വെള്ളം കുടിക്കുക എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇതിലൊരു 1-2 കൃത്യതകൾ ആവശ്യമുണ്ട്. വെറും വെള്ളത്തിനകത്ത് പോഷണ ഗുണമൊന്നുമില്ല. വെള്ളം വേണം, എന്നൊക്കെ ദാഹത്തിന് വെള്ളം വേണം, ശരി. പക്ഷേ വെറും വെള്ളം, അതുപോലെ തന്നെ കട്ടൻ ചായ, കട്ടൻ കാപ്പി, കരിങ്ങാലി വെള്ളം, ജീരക വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് പോഷണ ഗുണമൊന്നും വട്ടപൂജ്യമാണ്. അപ്പോൾ നേരെ മറിച്ച് ഈ സ്ഥാനത്ത് കഞ്ഞിവെള്ളമാണെങ്കിൽ, നല്ല പ്രത്യേകിച്ചും വെന്ത് കലങ്ങിയ കഞ്ഞിവെള്ളമാണെങ്കിൽ അതിനകത്ത് സ്റ്റാർച്ച് കലങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പിടാറുണ്ട് കഞ്ഞിവെള്ളത്തിൽ. അപ്പോൾ സോഡിയം, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്തൊക്കെ നഷ്ടപ്പെട്ട സോഡിയം തിരിച്ച് കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരോടെ രുചിക്ക് ചേർക്കുകയാണെങ്കിൽ, നാരങ്ങ ജ്യൂസ് ഒഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൊട്ടാഷ്യവും പിന്നെ വൈറ്റമിൻ സി എല്ലാം കിട്ടും. അപ്പോൾ എല്ലാം കൂടെ വെറും വെള്ളത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് നല്ല ചൂട് കഞ്ഞിവെള്ളം, നല്ല കട്ടിയുള്ളത്, അതിൻ്റെ ഉപ്പ് ചെറുനാരങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് വെറും വെള്ളത്തിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ പോഷണം നമുക്ക് ഏകും. ഈ വെള്ളം എങ്ങനെ കുടിക്കണം ഇതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുഖമില്ലാത്ത ആൾക്ക് പലപ്പോഴും എളുപ്പത്തിൽ ഛർദി വരുന്ന തോന്നും, മനമടുപ്പ് തോന്നും. അപ്പോൾ കുറച്ച് പല തവണകളായി, ഉദാഹരണം ഒരു 3-4 ടീസ്പൂൺ, അത് ഓരോ 5 മിനിറ്റും ഇടവെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയി ഡ്രിപ്പ് എടുക്കുന്ന പോലെയാണ്. കുറേ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല ആശ്വാസം തോന്നും. നമുക്ക് ക്ഷീണം വളരെയധികം മാറി കിട്ടും. കിടപ്പായ രോഗിക്ക് പലപ്പോഴും എണീറ്റിരുന്ന് സംസാരിക്കാനുള്ള ഒരു എനർജി അതിൽ നിന്ന് തന്നെ കിട്ടും. മൂന്നാമത്തത് വിശ്രമം. പൊതുവേ നമുക്ക് അസുഖം വരുമ്പോൾ വൈറൽ ഫീവേഴ്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ശരീരത്തിന് ശക്തി വേണം. അപ്പോൾ അതിനാണ് നമുക്ക് ഉറക്കം തൂങ്ങുന്നതും കിടക്കാനൊക്കെ തോന്നും. അപ്പോൾ കിടന്ന് റെസ്റ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാർത്ഥികളും സ്റ്റുഡൻസും ഒക്കെ ആണെങ്കിൽ കിടന്നിട്ട് TV നോക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരുന്ന് ഉണർന്ന് കിടക്കുന്നത് നല്ല ഐഡിയ അല്ല. കിടന്ന് കണ്ണടച്ച് ഉറങ്ങുക, ശരീരത്തിന് പൂർണ്ണ വിശ്രമം കിട്ടും. ആ വിശ്രമം കിട്ടുന്നതിൽ കൂടെ തന്നെ അസുഖത്തിനെ കുറയ്ക്കാൻ അതും ഒരു പങ്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻസ് നല്ലതാണ്. നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻസ്, അതൊരു പൊതു അറിവാണ്. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ മരുന്നും ഗുളികനെ പറ്റി ചിന്തിക്കരുത്. അതുപോലെ ഫ്രൂട്ട്സിനാണ് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങളിലാണ് വൈറ്റമിൻസ് കിട്ടുന്നത്, ഇലക്കറികളിലും. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ ഒന്ന് ഇലക്കറികളൊക്കെ ചേർന്നിരിക്കുന്നത് വളരെ നല്ലതാണ്. പുറമേ അസുഖമുള്ള അവസരത്തിൽ വിശപ്പ് കൂട്ടാനും വൈറ്റമിൻസ് നൽകാനും വേണ്ടി നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സ്, പഴുത്ത പപ്പായം, മാങ്ങ, സപ്പോട്ട മുതലായ ഫ്രൂട്ട്സ്, നെല്ലിക്ക, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ആ കൂട്ടത്തിൽ ചേർന്ന് നല്ലോണം കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു മരുന്നോ ടോണിക്കോ ഗുളികയോ വാങ്ങിച്ച് കിട്ടുന്നതിനേക്കാളും നല്ല നാച്ചുറൽ വൈറ്റമിൻസ് ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ പ്രതിരോധ ശക്തി അതുപോലെ തന്നെ കൂടും. വൈറ്റമിൻസ് മാത്രമല്ല, ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ഘടകങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ഒരു അസുഖം വന്നാൽ നമ്മുടെ ശരീരത്തിനുള്ള ഡാമേജ് കുറയ്ക്കുന്ന വസ്തുക്കളാണ് ആൻറ്റി ഓക്സിഡൻസ്. അത് ഈ ഞാൻ പറഞ്ഞ ഇലക്കറികളിലും ഞാൻ പറഞ്ഞ പഴവർഗ്ഗങ്ങളിൽ സുലഭമായിട്ട് കിട്ടും. ഇനി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ കഴിയുന്നത്ര ഈ നാടൻ ഫ്രൂട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉടനെ ആപ്പിളെന്നോ ഓറഞ്ചെന്നോ മുന്തിരിങ്ങയെന്നോ ഒക്കെ ചിന്തിച്ച് വളരെ വില കൂടിയതും മറ്റു നാട്ടിൽ നിന്ന് പലതരം പ്രിസർവേറ്റീവോട് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അങ്ങനത്തേതിനേക്കാളും നമ്മുടെ നാടൻ ഫ്രൂട്ട്സിനെ തന്നെ ആശ്രയിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കൊരു ജലദോഷപ്പനി ഉണ്ടെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇത് ബാക്കിയുള്ളവർക്ക് പകരരുത്. പ്രധാനമായിട്ട് അവരവരുടെ കുടുംബത്തിനകത്ത് കുട്ടികൾ മറ്റൊരു കുട്ടിക്ക് കൊടുക്കരുത്, ഇളയ കുട്ടി മൂത്തതിന് കൊടുക്കരുത്, മൂത്ത കുട്ടി ഇളയതിന് കൊടുക്കരുത്, കുട്ടികൾ കൊണ്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കരുത്. കുടുംബത്തിനകത്തെ സുരക്ഷ, അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുക, കൂടെ പഠിക്കുന്നവരുടെ സുരക്ഷ. അപ്പോൾ അത് പകരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. ഏറ്റവും സിമ്പിൾ മാർഗം, ഇതിനകത്തെല്ലാം പകരുന്നത് നമ്മൾ തുമ്മിയും ചുമച്ചുമാണ് പകരുന്നത്. അപ്പോൾ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു ശീലം എന്നോണം ഒരു കർച്ചീഫ്, അല്ല ഒരു പെൺകുട്ടിയാണ് ഷോളിൻ്റെ അറ്റം, അല്ലെ ഒരു മുതിർന്നൊരു വെച്ചാൽ മൂത്തരാണ് ഒരു തോർത്തിൻ്റെ അറ്റം, എന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ മൂടി തുമ്മോ ചുമക്കുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്നോളും. ഇല്ലെങ്കിൽ അത് 1 മീറ്റർ ചുറ്റളവിൽ പകരും. അപ്പോൾ ഈ വിധത്തിൽ ഒരു കർച്ചീഫ് യൂസ് ചെയ്യുന്നൊരു ശീലം സ്റ്റൈല് മാത്രമല്ല, അത് ഒരു ആരോഗ്യ മര്യാദ അല്ലെ ആരോഗ്യ സൂക്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കർച്ചീഫ് എപ്പോഴും ഓട്ടോമാറ്റിക്കായി യൂസ് ചെയ്യുന്ന ശീലം ഇത് ഏറ്റവും ശ്രദ്ധയോടുകൂടി കൊച്ചുകുട്ടികളെ വേണം പഠിപ്പിക്കാൻ. കാരണം കുട്ടികളാണ് പലപ്പോഴും തുറന്ന രീതിയിൽ ചുമക്കുകയും തുമ്മുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ ബസ്സിൽ, സ്കൂളിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷ പോലത്തെ ക്രൗഡഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്, ക്ലാസ് റൂമിലൊക്കെ. അപ്പോൾ കുട്ടികളിങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് എത്രയോ കുടുംബങ്ങളിലേക്ക് എത്തുകയാണ്. അവർക്ക് ഈസി ആയിട്ട് അസുഖം വരാം. അതുകൊണ്ട് അവരുടെ അച്ഛനമ്മയ്ക്ക് ടെൻഷനും ഉണ്ടാകാം. അപ്പോൾ കൊച്ചു കുട്ടികളെ ഈ കൊച്ചു ശീലങ്ങളും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രായം 1, 2, 3 വയസ്സുകളിൽ തന്നെ ഇങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ മര്യാദകൾ പഠിപ്പിച്ചെടുക്കുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ്, അസുഖങ്ങളുടെ വ്യാപനവും കുറയ്ക്കാൻ വേണ്ടി. ഇനി വൈറൽ ഫീവർ എന്ന് ഞാൻ പറഞ്ഞു 85% അല്ലെങ്കിൽ 85-90% ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള പനികളോ? നമ്മൾ ആകെ ചെയ്യേണ്ടത് ചില സൂചനകൾ, ചില ലക്ഷണങ്ങൾ വെച്ച് ഇതിലേതെങ്കിലും ആണോ എന്നൊരു അറിവ് ജനങ്ങൾക്കും വേണം.
ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എനിക്ക് ഇന്നേ ലക്ഷണം കൂടെ ഉണ്ട്, ഇത് വല്ലതും ആണോ എന്ന് ചോദിക്കുന്നത് ആ നേരത്ത് നല്ലൊരു ഐഡിയ ആണ്. കാരണം ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റൽസിൽ, ഡോക്ടർമാർക്കും എല്ലാവർക്കും ക്ഷമയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന നേരമായിരിക്കും ഈ മഴക്കാല സീസൺ. അപ്പോൾ അതുകൊണ്ട് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസിലെത്താൻ ഡോക്ടറെ സഹായിക്കുകയും ചെയ്യും. ആ തിരക്ക് 100 പേര് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അസാധാരണ പനിയുള്ള ആൾക്ക് പെട്ടെന്ന് വേണ്ട ശ്രദ്ധ കിട്ടുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഡെങ്കിപ്പനി എല്ലാവർക്കും അറിയാം. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് പകൽ കടിക്കുന്ന റിസ്ക്, പകൽ കൊതുവുള്ള സ്ഥലമാണെങ്കിൽ ഡെങ്കിപ്പനിയുടെ സാധ്യത എപ്പോഴും കൂടുതലാണ്, പകൽ കടി കൊള്ളുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തൊന്ന് ഡെങ്കിപ്പനിയുടെ കൂടെ ജോയിൻറ്റ് പെയിൻ വളരെ കൂടുതലാണ്, സാധാരണ കവിഞ്ഞുള്ള പനിയായിരിക്കും. പിന്നെ പലപ്പോഴും തലവേദനയും, ആ തലവേദന തന്നെ നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച പോലെ തോന്നുക, ഇതൊക്കെ ചില പ്രത്യേക ലക്ഷണങ്ങളാണ് ഡെങ്കിപ്പനിക്ക്. നേരെ മറിച്ച് വേറൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജോലി മലിനമായ ജലത്തിലോ വയലിലോ അല്ലെങ്കിൽ ക്ലീനിങ്ങിലോ അങ്ങനത്തെ മലിനമായ വെള്ളം കാലിലും മുറിവിലും ഒക്കെ തട്ടാൻ സാധ്യതയുള്ള ജോലിയുള്ള ഒരാൾ, ആ വ്യക്തിക്ക് പനി വരുന്നതിൻ്റെ കൂടെ മസിൽ പെയിൻ, മാംസപേശികൾ, നമ്മൾ കാലിലെ തുടയുടെ മസിൽസോ കൈയുടെ മസിൽ, എസ്പെഷ്യലി തുടയുടെ മസിൽസൊക്കെ ഞെക്കിയാൽ, മാംസപേശികൾ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ അമർത്തുമ്പോൾ അവിടെ വേദന തോന്നുന്ന ഒരു പ്രത്യേക ലക്ഷണം തോന്നുകയാണെങ്കിൽ അവിടെ എലിപ്പനിയുടെ സാധ്യത വളരെ കൂടുതലാണ് ഈ ലക്ഷണം. അതുപോലെ തന്നെ പനിയുടെ കൂടെ തലവേദന, കണ്ണിൽ ചുവപ്പ് നിറം, നല്ല ചുവപ്പ് നിറമോ കണ്ണിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞളിപ്പ്, ദേഹത്ത് ചിലപ്പോൾ ഒരു മഞ്ഞളിപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ രക്തം പിരിഞ്ഞ പോലത്തെ പാടുകൾ, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് എലിപ്പനിയുടെ ഒരു സാധ്യത ആ വ്യക്തിക്ക് കുറച്ച് കൂടുതലാണ്. മലേറിയ എന്ന് പറയുന്നത് മലമ്പനി. നമ്മൾ പലരും വിചാരിക്കുന്നത് ഇത് കേരളത്തിലൊന്നും ഇല്ല, ഇത് വടക്കേ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ. പക്ഷേ ഇന്ന് സ്ഥിതി മാറിക്കഴിഞ്ഞു. വളരെയധികം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്നു. ഇഷ്ടംപോലെ പല നാട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇന്ന് കേരളത്തിലും മലമ്പനി അല്ലെങ്കിൽ മലേറിയ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ അതിന് അനുയോജ്യമായ രാത്രി കടിക്കുന്ന അനോഫിലിസ് മസ്കിറ്റോസ് കൊതുകുകളുണ്ട്. അപ്പോൾ മലമ്പനിയും പനികളുടെ കൂട്ടത്തിലുള്ള ഒരു പേരുള്ള പനിയാണ്. പനിയോടുകൂടി ശക്തമായ വിറയലും കുളിരും, അതൊരു സൂചനയാണ് മലമ്പനി ആകാമോ എന്നുള്ളത്. രണ്ടാമത്തെ സൂചന, ഈ പനിയും വിറയലും എല്ലാം കൂടെ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഒന്നിടവിട്ട ദിവസം അല്ലെങ്കിൽ 2 ഇടവിട്ട ദിവസം വരുമ്പോൾ പീരിയോഡിസിറ്റി എന്ന് പറയും. ഡെയിലി ഇല്ല, ഇന്ന് ഭയങ്കര കഷ്ടപ്പാട്, നാളെ ഓക്കെ, മറ്റന്നാൾ പിന്നെയും പനി, അതിൻ്റെ പിറ്റേന്ന് ഓക്കെ. അപ്പോൾ അത് ആണ് മലമ്പനിക്കുള്ള ഒരു മലമ്പനി ആണോ എന്നുള്ളൊരു സൂചന. നമുക്ക് പൊതുവേ ഉള്ളൊരു ആങ്സൈറ്റി, ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അസുഖമുണ്ടോ എന്നുള്ള ആങ്സൈറ്റി സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്നൊക്കെ എഴുതുമ്പോഴേക്കും പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ടെസ്റ്റ് ചെയ്യണ്ടേ, ബ്ലഡ് നോക്കണോ, മൂത്രം നോക്കണോ, ഒന്ന് സ്കാൻ ചെയ്യണ്ടേ, ECG എടുത്ത് നോക്കിക്കൂടെ? ഇത് വളരെ അപകടം പിടിച്ചൊരു പ്രവണതയാണ്. അറിവ് എല്ലാവർക്കും നല്ലതാണ്, പക്ഷേ ഇതിനെപ്പറ്റിയുള്ള ചെറിയ ചെറിയ അറിവുകൾ കേട്ടോ മറ്റ് ബാക്കി ആൾക്കാർ പറയുന്ന കേട്ട് രോഗിക്കോ എനിക്കോ ഈ ടെസ്റ്റുകളൊക്കെ വേണ്ടേ എന്നുള്ള ചോദ്യം പലപ്പോഴും അപകടത്തിനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവിനും ആവശ്യമില്ലാത്ത കഷ്ടപ്പാടിനും ഇടവരുത്താറുണ്ട്. ഏത് പനി തുടങ്ങുമ്പോഴും പൊതുവെ ആദ്യത്തെ 1-2 ദിവസം എടുക്കും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ബ്ലഡിലോ മൂത്രത്തിലോ അപ്പിയർ ചെയ്യാൻ. ഇതിനിടയ്ക്ക് നമ്മൾ ഓടിപ്പോയി പനി കണ്ട ഉടനെ 1 മണിക്കൂറും 2 മണിക്കൂറും ആ ദിവസം ഓടിപ്പോയിട്ട് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് വരാൻ പോകുന്നത് എല്ലാം നോർമൽ എന്ന് വരും. അപ്പോൾ ഇത് ചെയ്തു എന്നുമായി, എന്നാൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇത് ചെയ്തതിൻ്റെ കഷ്ടപ്പാടൊക്കെയായി, അത് ചെയ്തതിൻ്റെ ചിലവായി. രണ്ടാമത്തത്, ഇതിൽ നിന്ന് ഡോക്ടർക്ക് പ്രത്യേകിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല, ചികിത്സയ്ക്ക് മാറ്റം വരുത്തത്തക്കണം ഒരു ഇൻഫർമേഷനും ഈ ടെസ്റ്റിൽ നിന്ന് ഉപയോഗകരമായി ഡോക്ടർക്ക് കിട്ടിയില്ല. മൂന്നാമത്തത്, ഈ ടെസ്റ്റ് നോർമൽ എന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോൾ പലരും ലാബിൽ തന്നെ ചോദിക്കാറുണ്ട്, ടെസ്റ്റിന് കുഴപ്പമല്ലോ ഉണ്ടോ, ലാബുകാരോട് ചോദിക്കാറ്. അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ വരിക ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, അതും അപകടത്തിന് ചിലപ്പോൾ വഴിയൊരുക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ ആദ്യത്തെ ദിവസം നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് വന്ന ഉടനെ ടെസ്റ്റ് ചെയ്യാത്തത്. ഇനി പലപ്പോഴും ടെസ്റ്റുകൾ 3 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുമ്പോഴേക്കായിരിക്കും മൂത്രത്തിൻ്റെയോ രക്തത്തിൻ്റെയോ പരിശോധന ആവശ്യമുള്ളത്. ആ ടെസ്റ്റുകൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യക്തിയുടെ രോഗം സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ചില അസാധാരണമായ കണ്ടീഷൻസ് തള്ളിക്കളയാൻ വേണ്ടിയാണ്. എല്ലാ രോഗികൾക്കും ടെസ്റ്റ് ആവശ്യമില്ല. ഡോക്ടർമാരുടെ ട്രെയിനിങ് തന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് വിവരം വളരെ വിശദമായി കേട്ട് മനസ്സിലാക്കുകയും പിന്നെ രോഗിയെ പരിശോധിക്കും, എക്സാമിനേഷൻ, ദേഹപരിശോധന, ഇതിൽ കൂടെ ഒരു 99 അല്ലെങ്കിൽ 95% കൃത്യതയോടുകൂടി ഒരു അനുമാനത്തിലെത്താൻ വേണ്ടിയാണ് ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ ട്രെയിനിങ് ഉള്ളത്. അപ്പോൾ ഈ ടെസ്റ്റുകൾ അതല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വന്ന് ടെസ്റ്റ് വേണമെന്ന് നിർബന്ധിക്കുകയോ ഡോക്ടറെ നിർബന്ധിച്ച് അങ്ങനെ ഒരു പ്രവണത ഉണ്ടാക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി അഥവാ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട് അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുകയും വേണം. ചില വ്യക്തികൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ റിസൾട്ടുമായിട്ട് വരാറുണ്ട്. ഒരാഴ്ച മുമ്പേ നോക്കിയതാണ്, അത് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയിട്ട് വലിയ ഉപയോഗമില്ല, ആ നേരത്ത് തന്നെ കാണിക്കണം. അപ്പോൾ ഇത് രണ്ടുമാണ് ടെസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്,
ഈ ഗുളികകളും സിറപ്പും ഒന്നും കഴിച്ചാൽ പോരാ, ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ രോഗം കുറയൂ എന്നുള്ളത്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ കൂടെ വളരെയധികം മെഡിക്കലായിട്ടുള്ള അപകടങ്ങളും വന്നു ചേരാറുണ്ട്. കാരണം ഈ പനിക്കുള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് പനിക്കുള്ള ഗുളികേനേക്കാളോ സിറപ്പിനേക്കാളോ യാതൊരു മേന്മയോ സ്പീഡോ മെച്ചമോ ഇല്ല. മരുന്നോ ഗുളികയോ കഴിക്കുന്ന അതേ വേഗതയിൽ അതേ രൂപത്തിൽ തന്നെ ഇഞ്ചക്ഷൻ എടുത്താലും മാറും. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനിക്കുന്നത് മാത്രമല്ല, അതിന് റിയാക്ഷൻ്റെ റിസ്ക് ഉണ്ട്, അലർജിയുടെ റിസ്ക് ഉണ്ട്, പലതരം റിസ്ക്കുകളുമുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഈ ഇഞ്ചക്ഷൻസും അതുപോലെ തന്നെ ചെറിയൊരു ക്ഷീണം തോന്നുമ്പോഴോ 1-2 തവണ ഛർദ്ദിക്കുമ്പോഴേക്കും ഒരു ഡ്രിപ്പ് എടുക്കുന്ന ഒരു പ്രവണതയും ഉണ്ട്. പലപ്പോഴും രോഗികൾ തന്നെ വന്ന് പറയാറുണ്ട്, ഇമ്മീഡിയറ്റായിട്ട് ഈ ഡ്രിപ്പ് വേണം, ക്ഷീണം മാറാൻ ഡ്രിപ്പ് ഇടുന്നില്ലേ ഡോക്ടറെ, ഇവിടെ ഡ്രിപ്പ് കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പലപ്പോഴും ഡോക്ടേഴ്സ് എല്ലാ രോഗികൾക്കും ഇഞ്ചക്ഷൻസും ഡ്രിപ്പും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് ഒരിക്കലും പബ്ലിക് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകരുത്. ഡോക്ടർ പരിശോധിച്ച് ആ രോഗിയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമാണെങ്കിൽ ഇതൊക്കെ പറയും. പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവണത നാട്ടിൽ നിലനിൽപ്പുള്ളത് കൊണ്ട് ഒരു ഡോക്ടർ ഉടനെ തന്നെ ഇഞ്ചക്ഷനും ഡ്രിപ്പും എടുക്കുമെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്, ഡോക്ടറെ ഇത് ഞാനൊരു ഗുളികയോ മരുന്നോ കഴിച്ചാൽ കുറയില്ല, ഞാൻ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കിയാൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഡോക്ടർ പറയും, എന്നാൽ ശരി നിങ്ങൾ ഗുളിക കഴിച്ച് നോക്കൂ, കുറച്ച് കഴിഞ്ഞിട്ട് കുറയുകയാണെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു ഇഞ്ചക്ഷനോ ഒരു ഡ്രിപ്പോ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ പ്രധാനമാണ്. റിയാക്ഷൻസ് മാത്രമല്ല, ചിലപ്പോൾ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ മഞ്ഞപ്പിത്തം പോലത്തെ രോഗങ്ങളുടെ പകർച്ചയ്ക്ക് വരെ ഇതിനെക്കൊണ്ട് കാരണമാകാം. എപ്പോഴാണ് വീണ്ടും ഡോക്ടറെ കാണേണ്ടത്? 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രതീക്ഷിച്ച നേരം കൊണ്ട് രോഗം കുറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണമെന്ന് മാത്രമല്ല, കഴിവതും നമ്മളെ കണ്ട ഡോക്ടറെ തന്നെ വീണ്ടും കാണുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ ഡോക്ടറെ മാറ്റി ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കുമ്പോൾ ഓരോ ആളും പുതിയതായിട്ടാണ് രോഗിയെ കാണുന്നത് ഓർക്കണം. അപ്പോൾ ഒന്നേന്ന് അവർ ചിന്തിച്ച് തുടങ്ങണം. മരുന്നുകൾ മിക്കവാറും അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും സെയിം ഡോക്ടറെ കണ്ട് റിവ്യൂ ചെയ്യുകയോ ചെക്കപ്പ് ചെയ്യുകയോ എന്നാണ് അപ്പോഴും നല്ലത്. സെയിം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെയിം ഡോക്ടറെ കഴിവതും. രണ്ടാമത്തത്, നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ രോഗം പ്രതീക്ഷിക്കാതെ കുറച്ചും കൂടെ മോശമാകുകയാണ്. അപ്പോൾ തീർച്ചയായും ഡോക്ടറെ വീണ്ടും കണ്ട് റിവ്യൂ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, ഒരു ചെക്കപ്പ് ആവശ്യമാണ്. മൂന്നാമത്തത്, നേരത്തെ ഇല്ലാത്ത പുതിയ ലക്ഷണങ്ങൾ വന്നു ചേരുന്നു. ഉദാഹരണത്തിന് പെട്ടെന്ന് ശ്വാസമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ കഫത്തിൻ്റെ രൂപം മാറി ചിലപ്പോൾ ബ്ലഡ് കണ്ടു തുടങ്ങുന്നു, ദേഹത്തൊക്കെ ബ്ലഡിൻ്റെ സ്പോട്ട്സ് പോലെ ചുവപ്പ് നിറങ്ങുക അങ്ങനെ വല്ലതും കാണുന്നു, രോഗിക്ക് അസാധാരണമായിട്ടുള്ള മയക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവിലൊക്കെ അസാധാരണമായ കുറവോ നിറവ്യത്യാസമോ ഉണ്ടാകുന്നു. ഏത് വിധത്തിലും ഒരു അസാധാരണ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നൊരു വസ്തുത, മരുന്നുകളുടെ ഉപയോഗം അത് വളരെ വലുതാണെന്ന് പറയുന്നത്. കേരളത്തിൽ മറ്റ് സ്ഥലത്തിനേക്കാൾ വരെ കൂടുതൽ മരുന്നുകൾ ഇവിടെ ചിലവാകുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. മരുന്നുകൾ ചിലവാകുന്നത് പലപ്പോഴും ഡോക്ടർമാർ എഴുതുന്നുണ്ടാവും. അതൊന്ന്, ഡോക്ടർ മരുന്ന് എഴുതുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ നോക്കണം ആ എഴുതിയ മരുന്ന് തന്നെയാണോ കിട്ടുന്നത്. അതിലെന്തെങ്കിലും മാറ്റം മരുന്നിൻ്റെ കടയിൽ നിന്ന് തോന്നുകയാണെങ്കിൽ തരികയാണെങ്കിൽ കഴിവതും അത് എഴുതി തന്ന ഡോക്ടറെ വിളിച്ചോ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കണം, ഇതിന് പകരം ഇതാണ്, കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് ഡോക്ടർ വേണം പറയാൻ. മരുന്ന് വിൽക്കുന്ന ആൾ പറഞ്ഞാൽ പോരാ, ഡോക്ടർ പറഞ്ഞ് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മരുന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു കടയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ സ്വീകരിക്കുന്നത് ഡേഞ്ചറസ് ആണ്. ചിലപ്പോൾ ഒരു അക്ഷരം മാറിയാൽ തന്നെ മരുന്നും ഡിഫർ ചെയ്യാം. അത് ഒരു സൂക്ഷിപ്പ്. രണ്ടാമത്തത്, ഈ മരുന്ന് കടയിൽ പോയി സ്വന്തമായി മരുന്ന് വാങ്ങുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ലക്ഷണങ്ങൾ പറഞ്ഞ് അവിടെ നിൽക്കുന്ന സെയിൽസ്മാനോട് അസുഖ ലക്ഷണങ്ങൾ പറഞ്ഞ് ഇതിന് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഗുളിക എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ പലപ്പോഴും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. ഒന്ന്. രണ്ടാമത്തത്, അവർ ചിലപ്പോൾ പരിചയം കൊണ്ടും ശീലം കൊണ്ടും എല്ലാ ഡോക്ടേഴ്സ് എഴുതുന്ന 1-2 ഗുളിക തന്നെന്നിരിക്കും. താൽക്കാലികമായിട്ട് കുറവ് വരികയും ചെയ്യും, എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യും. ആ അസുഖം ശക്തമായി 2 ദിവസം കഴിഞ്ഞ് പൊങ്ങി വരികയും ചെയ്യാം. അപ്പോൾ ഈ അപകടങ്ങൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത്. വളരെ സിമ്പിൾ മരുന്നുകളുണ്ട്. ഇപ്പോൾ ഒരു ആസ്മ സ്ഥിരമായിട്ടുള്ള രോഗിക്ക് അയാളുടെ മരുന്നറിയാം. പനിക്കുള്ള പാരസെറ്റമോൾ വളരെ സേഫാണ്. പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ പാരസെറ്റമോൾ വളരെ സേഫ് ഡ്രഗാണ്. അതൊക്കെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാവുന്ന മരുന്നാണ്. പക്ഷേ അല്ലാത്ത ആൻറ്റിബയോട്ടിക് മരുന്നുകളോ അസാധാരണ മരുന്നുകളോ ഒന്നും തന്നെ നമ്മൾ സ്വന്തമായി കടയിൽ പോയി സെയിൽസ്മാനോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കരുത്. അത് ആ രീതിയിലുള്ള പരസ്യങ്ങൾ പേപ്പറിലോ ടി വിയിലോ എവിടെ കണ്ടാലും അങ്ങനെ ചെയ്യരുത്.
രോഗം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നതും എല്ലാവർക്കും പതിവാണ്. പക്ഷേ അവിടുത്തെ വിജയം അല്ലെങ്കിൽ ഈ ചികിത്സയുടെ വിജയം എന്ന് പറയുന്നത് ഡോക്ടറുടെ കയ്യിൽ മാത്രമല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കണം. രോഗിയുടെ സഹകരണവും രോഗിയുടെ കൂടെയുള്ളവർ കൊടുക്കുന്ന പരിചരണവും വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. വെറും കുറച്ച് മരുന്നോ കുറച്ച് ഗുളിക കൊണ്ട് രോഗം പൂർണ്ണമായും മാറണമെന്നില്ല. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ തന്നെ അത് കാലതാമസം എടുക്കുകയും ചെയ്യും. നേരെ മറിച്ച് കൂടെയുള്ളവർ രോഗിക്ക് നല്ല പരിചരണം കൊടുക്കുകയും നേരത്തെ പറഞ്ഞ സപ്പോർട്ടീവ് കെയർ ഒക്കെ കൊടുക്കുകയും രോഗി തന്നെ ഇത് മാറാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് പ്രധാനമാണ് എന്നറിഞ്ഞുകൊണ്ട് സഹകരിക്കുകയും കൃത്യതയോടുകൂടി ആ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗം നമുക്ക് അസുഖം മാറി ഹാപ്പി ആകാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. കൊച്ചുകുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ വേണം. കൊച്ചുകുട്ടികൾ സ്വന്തമായി സഹകരിക്കില്ല. കൊച്ചുകുട്ടികളുടെ സഹകരണം കിട്ടാൻ വേണ്ടി അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും മരുന്നുകൾ കുറച്ച് മധുരം ചേർത്തും ഒക്കെ ആക്കി കറക്റ്റായിട്ട് കൊടുത്ത് അവരുടെ പോഷണത്തിൽ നല്ല ശ്രദ്ധ വേണം. മരുന്നുകളുടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. മുതിർന്നവർക്കാണെങ്കിലും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും പോഷണം, അതുപോലെ അവരുടെ ശരീരത്തിൽ എത്രത്തോളം ജലാംശം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. സപ്പോർട്ടീവ് കെയർ കൊണ്ട് ഒരു അസുഖത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയം നമുക്ക് കുറച്ചും കൂടെ ചുരുക്കിയിടും. വേഗം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ പറ്റും.